ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷം ഒരു ഉപമയാണ് ഈശോ പറയുക, ഭൃത്യന്മാരെ കുറിച്ച്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഒരു ഭൃത്യൻ തൻ്റെ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നിങ്ങൾ അവനോട് ഒരിക്കലും പോയി ഭക്ഷണം കഴിക്കുക എന്ന് പറയാറില്ല. മറിച്ച് എനിക്ക് വിളമ്പി തരിക, ഞാൻ ഭക്ഷിച്ച് തൃപ്തനായതിനു ശേഷം നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കുക എന്നാണ് പറയുക. അവൻ അവരുടെ ജോലി ചെയ്തത് കൊണ്ട് നിങ്ങൾ അവരെ പ്രശംസിക്കാറില്ല. അവനൊരു നന്ദി വാക്കിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതിന്റെ ആവശ്യവുമില്ല എന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒപ്പം ഈശോ പറഞ്ഞു വയ്ക്കുന്നു, നിങ്ങളും എല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങളെ പ്രയോജനരഹിതരായ ദാസരാണ് എന്ന് മനസ്സിൽ കരുതുക എന്ന്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തു പറഞ്ഞു തന്ന മാതൃകയല്ല ഇത്, മറിച്ച് അവൻ ജീവിച്ചു കാണിച്ച മാതൃകയാണ് അവൻ നമ്മോട് അനുവർത്തിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും മറ്റുള്ളവരുടെ അംഗീകാരവും പ്രശംസയും ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ ഈശോ പറയുന്നു, നിങ്ങളെ പ്രയോജനരഹിതരായ ദാസരാണ് എന്ന് കരുതി മാറി നിൽക്കുക എന്ന്. ഈശോയുടെ ഓർമ്മിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ പ്രവൃത്തി നീ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിന്റെ കഴിവല്ല, മറിച്ച് നിന്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ കരുത്താണ് നിന്നെ നന്മ ചെയ്യാനായിട്ട് പ്രാപ്തനാക്കുന്നത് എന്ന് നീ മറക്കരുത്. പലപ്പോഴും ഞാനെല്ലാം ചെയ്യുന്നുവെന്ന ചിന്തയിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി നമ്മുടെ മനസ്സ് കൊതിക്കുന്നത്, മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി നമ്മുടെ മനസ്സ് കൊതിക്കുന്നത്. അവിടെ ദൈവത്തെ മറന്നു പോകാനുള്ള സാധ്യത പോലുമുണ്ട് എന്ന് മറക്കാതിരിക്കാം. ഒരിക്കലും ദൈവത്തെക്കാൾ വലിയവരെല്ലാം നമ്മൾ എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. കാരണം ഇന്നത്തെ ലോകം സ്വയം ദൈവത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ വെമ്പൽ കൊള്ളുമ്പോൾ ദൈവം നൽകുന്ന കൃപയെ, ദൈവം നൽകുന്ന ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് എളിമയോടെ മുന്നോട്ട് പോകാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.